നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഇത്ര ദിവസങ്ങൾ പിന്നിടുമ്പോൾ ദുരന്തത്തിന്റെ കാരണങ്ങൾ തേടി ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘം പഠനം നടത്തി വരികയാണ്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടത്ത് ഇപ്പോഴുള്ള വീടുകളിലെ താമസം സുരക്ഷിതമല്ലെന്നാണ് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറയുന്നത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകി പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം പരിശോധനകൾ നടത്തി വരികയാണ് ഇദ്ദേഹം. സുരക്ഷിതമായതും സുരക്ഷിതമല്ലാത്തതുമായ നിരവധി മേഖലകൾ പ്രദേശത്ത് ഉണ്ടെന്നാണ് ജോൺ മത്തായി ചൂണ്ടിക്കാട്ടുന്നത്. 3 ദിവസമായി ഉരുൾപൊട്ടൽ മേഖലയിൽ പഠനം നടത്തി വരികയാണ്. എങ്ങനെ ഉരുൾപൊട്ടി, ഏതെല്ലാമാണ് പൊട്ടിയൊഴുകിയ ഭാഗങ്ങൾ, ഒഴുകുന്ന വഴിയിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായി, അതുകൊണ്ടുണ്ടായ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ് എന്നിവയാണ് ഇതുവരെ പരിശോധന നടത്തിയതെന്ന് ജോൺ മത്തായി പറഞ്ഞു. ഏതെല്ലാം മേഖലകളിലാണ് ഉരുൾപൊട്ടലിന്റെ വസ്തുക്കൾ ചെന്നെത്തിയതെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇതിലൂടെയാണ് എത്രയാണ് സുരക്ഷിത മേഖലയെന്നും എത്രയാണ് അരക്ഷിത മേഖലയെന്നും മനസ്സിലാക്കുക. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ ഈ 3 ദിവസം കൊണ്ട് സർവേ ചെയ്തു തീർത്തിരുന്നു. 2 ദിവസം കൊണ്ട് ഏകദേശം 570 മില്ലിമീറ്റർ അധികം മഴയാണ് പെയ്തതെന്ന് ജോൺ മത്തായി ചൂണ്ടിക്കാട്ടി. ഇതൊരു അസാധാരണ സംഭവമാണ്. സാധാരണ ഈ പ്രദേശത്ത് 150 mm മഴ ലഭിക്കുന്നിടത്താണ് അതിന്റെ 4 ഇരട്ടിയോളം മഴ പെയ്തത്. ചെരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത് ഇത്രയധികം മഴ പെയ്താൽ ഉരുൾപൊട്ടും. അതാണ് സംഭവിച്ചത്. നമ്മുടെ മഴയുടെ സ്വഭാവത്തിൽ ചില്ലറ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏറെ നേരം നിന്ന് പെയ്യുന്ന മഴയ്ക്ക് പകരം അതിശക്തമായ മഴ കുറച്ചു നേരം കൊണ്ട് പെയ്യുകയാണ്. ചെറിയ മേഘവിസ്ഫോടനം പോലുള്ള മഴയാണിത്. എന്നാൽ ഇത്രയും വലിയ തോതിൽ കല്ലും മണ്ണും 8-9 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ അധികമായി എന്തെങ്കിലും പ്രേരശക്തി കൂടി ഉണ്ടായിരിക്കണമെന്ന് ജോൺ മത്തായി പറഞ്ഞു. കല്ലും മണ്ണും മരങ്ങളും ഒരുമിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇടുങ്ങിയ ഭാഗങ്ങളിലെത്തുമ്പോൾ അവയുടെ സഞ്ചാര വഴി തടസ്സപ്പെടുകയും അവിടങ്ങളിൽ താൽക്കാലിക ഡാമുകൾ സൃഷ്ടിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ താൽക്കാലിക ഡാമുകളിൽ വെള്ളം നിറയുമ്പോൾ അവ പൊട്ടും. അങ്ങനെ കൂടുതൽ ശക്തിയോടെ വെള്ളം താഴേക്ക് കുതിച്ചൊഴുകും. ഇതാണ് ഒരു മഹാദുരന്തമായി ഈ ഉരുൾപൊട്ടൽ മാറാനുള്ള കാരണം. ഉരുൾപൊട്ടൽ മാത്രം പരിഗണിച്ചാൽ അത്ര വലുതല്ല. എന്നാൽ പൊട്ടിവരുന്ന വഴികളിൽ വെച്ച് അവ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട്. വെള്ളം മാത്രം ഒഴുകി വരികയായിരുന്നെങ്കിൽ ഇത്ര ശക്തി ഉണ്ടാകില്ലായിരുന്നു. പുഴയുടെ വഴിയിൽ തന്നെ നിൽക്കേണ്ടതാണ്. അത് കാലങ്ങളായി പ്രകൃതി നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു ചാലാണ്. സാധാരണമായി 1-2 ഉരുൾപൊട്ടലാണ് നടക്കുകയെന്ന് ജോൺ മത്തായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ 4 ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ ആദ്യത്തേത് ചെറിയൊരു ഉരുൾപൊട്ടലായിരുന്നു. രണ്ടാമത്തേതും 3-മത്തേതും 4-മത്തേതും ഒരു ഉരുൾപൊട്ടലിന്റെ തന്നെ ശബ്ദങ്ങളാണ്. ഈ ഉരുൾ ഒഴുകുന്നതിനിടയിൽ കല്ലും മണ്ണും മരങ്ങളും കുറുകെ നിന്ന് താൽക്കാലിക ഡാമുകളായി മാറി അവ പൊട്ടിയൊലിച്ചതാകാൻ തന്നെയാണ് സാധ്യത. ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവ പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി പരിവർത്തിക്കപ്പെടുമെന്നാണ് ജോൺ മത്തായി പറയുന്നത്.